ബൈബിളിനെ ആക്രമിക്കാൻ ആളുകൾ ശാസ്ത്രം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള 100 വീഡിയോകളുടെ പരമ്പരയിലെ അടുത്ത വീഡിയോയാണിത്. ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിപ്പ് നിർമ്മിച്ച ഈ വീഡിയോ ഡോക്ടർ സനീഷ് ചെറിയാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു. ചരിത്രത്തിലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ ശാസ്ത്രവും വിശ്വാസവും പലപ്പോഴും അടുത്തടുത്തായി വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് അത്ഭുതത്തോടെ മനസ്സിലാകും. അന്വേഷിക്കാൻ ബൈബിൾ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ പലരും ഐസക് ന്യൂട്ടൺ, ബ്ലേസ് പാസ്കൽ, ജോഹന്നാസ് കെപ്ലർ എന്നിവർ ആഴത്തിൽ പ്രതിബദ്ധതയുള്ള ക്രിസ്ത്യാനികളായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രം അവർക്ക് ഒരു വഴി നൽകി. ബൈബിൾ അവർക്ക് അതിന്റെ പിന്നിലെ അർത്ഥം നൽകി. അതുകൊണ്ടാണ് ഒരു കാലത്ത് യഥാർത്ഥ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് പ്രചോദനമായ ബൈബിളിനെ ആക്രമിക്കാൻ ചില ആളുകൾ ഇപ്പോൾ ശാസ്ത്രം ഉപയോഗിക്കുന്നത് വിചിത്രവും വേദനാജനകവുമായി തോന്നുന്നത്. ഇത് മനസ്സിലാക്കാൻ 2 പ്രധാന സത്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കണം. ഒന്നാമതായി, ശാസ്ത്രമായി പരസ്യപ്പെടുത്തപ്പെടുന്നതെല്ലാം യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ട വസ്തുതയല്ല. ശാസ്ത്രം വളർന്നുവരുന്ന ഒരു അറിവിന്റെ ശേഖരമാണ്, പക്ഷേ അതിന് മാറിക്കൊണ്ടിരിക്കുന്ന നിരവധി സിദ്ധാന്തങ്ങളുമുണ്ട്. ഇന്ന് സത്യമെന്ന് തോന്നുന്നത് പലപ്പോഴും പരിഷ്കരിക്കപ്പെടുകയോ നാളെ നിരസിക്കപ്പെടുകയോ ചെയ്യുന്നു. രണ്ടാമതായി, ക്രിസ്തുമതം എന്ന് ആളുകൾ അവകാശപ്പെടുന്നതെല്ലാം യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസമല്ല. ശാസ്ത്രത്തിൽ വ്യാജങ്ങൾ ഉള്ളതുപോലെ മതത്തിലും വളച്ചൊടിക്കലുകളുണ്ട്. വിശ്വാസത്തിന്റെ ശത്രുക്കൾക്ക് ഇരുവശത്തുനിന്നും, വ്യാജശാസ്ത്രത്തിൽ നിന്നും വ്യാജമതത്തിൽ നിന്നും തെറ്റായ വിവരങ്ങൾ എളുപ്പത്തിലെടുത്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ബൈബിളിനെ ആക്രമിക്കാനും കഴിയും. ഈ സംഘർഷം ആധുനിക കാലത്തല്ല ആരംഭിച്ചത്. പഴയ നിയമകാലത്ത് പോലും ദൈവജനം അവരുടെ വിശ്വാസങ്ങളുടെ പേരിൽ ആക്രമിക്കപ്പെട്ടു. ജൂതന്മാർ അവരുടെ ജ്ഞാനത്തിനും അച്ചടക്കത്തിനും സമൃദ്ധിക്കും പേരുകേട്ടവരായിരുന്നു. വിവാഹത്തിലൂടെയോ വ്യാപാരത്തിലൂടെയോ അവരുമായുള്ള സഖ്യങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പല രാജ്യങ്ങളും കണ്ടു. പക്ഷേ തിരുവെഴുത്തുകൾ ഇസ്രായേലിനോട് പുറജാതീയ ആരാധനയിൽ ചേരുകയോ അവരുടെ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യരുതെന്ന് കൽപ്പിച്ചു. ഇത് അവരുടെ അയൽക്കാരെ, പ്രത്യേകിച്ച് വിഗ്രഹാരാധനയിലൂടെ സമ്പന്നരായ പുറജാതീയ പുരോഹിതന്മാരെയും ക്ഷേത്രപാലകരെയും പ്രകോപിപ്പിച്ചു. യഥാർത്ഥ വസ്തുത പ്രചരിക്കുമ്പോഴെല്ലാം അവരുടെ ബിസിനസ് തകർന്നു. പ്രവൃത്തികൾ 19-ൽ ഒരു നാടകീയ ഉദാഹരണം കാണാം. എഫെസസിലെ വെള്ളിപ്പണിക്കാർ ആചാരങ്ങൾ അനുഷ്ഠിച്ചു. പൗലോസിന്റെ പ്രസംഗം ആളുകളെ ആരാധനയിൽ നിന്ന് അകറ്റിയതിനാൽ ഡയാന. ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ അസൂയ, അത്യാഗ്രഹം, അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവയായിരുന്നു. പുരാതന ലോകത്തിലെ തത്വചിന്തകരും നിരീശ്വരവാദികളും ബൈബിളിൽ നിന്ന് ഭീഷണി നേരിട്ടതായി തോന്നി. ദൈവവചനം അവരുടെ വിഗ്രഹങ്ങളുടെയും തത്വചിന്തകളുടെയും പൊള്ളതരം തുറന്നുകാട്ടി. എല്ലാ യുഗങ്ങളിലും ശാസ്ത്രത്തെ അറിവിന്റെ പ്രതീകമായി ബഹുമാനിച്ചിരുന്നതിനാൽ ഈ എതിരാളികളിൽ പലരും അവരുടെ ആക്രമണങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ ശാസ്ത്രത്തിന്റെ പേര് ഉപയോഗിക്കാൻ തുടങ്ങി. സാധാരണക്കാരെ എളുപ്പത്തിൽ ആകർഷിക്കാനോ ഭയപ്പെടുത്താനോ കഴിയുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്തെങ്കിലും ശാസ്ത്രീയമെന്ന് വിളിക്കുമ്പോൾ ശാസ്ത്രം ഒരിക്കലും ഒരു നിശ്ചിത സത്യങ്ങളുടെ കൂട്ടമായിരുന്നില്ല എന്നതും നാം ഓർക്കണം. ഒരു യുഗത്തിലെ ശാസ്ത്രം അടുത്ത യുഗത്തിൽ പലപ്പോഴും പുതിയ കണ്ടെത്തലുകളാൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടു. ഭൂമി പരന്നതാണെന്ന് ആളുകൾ ഒരിക്കൽ വിശ്വസിച്ചിരുന്നു. പിന്നീട് ശാസ്ത്രം അത് വൃത്താകൃതിയിലാണെന്ന് തെളിയിച്ചു. മോശം വായുവിൽ നിന്നാണ് രോഗങ്ങൾ വരുന്നതെന്ന് ആളുകൾ ഒരിക്കൽ കരുതി. പിന്നീട് ശാസ്ത്രം രോഗാണുക്കളെ കണ്ടെത്തി. ശാസ്ത്രം എപ്പോഴും വളരുകയും മാറുകയും സ്വയം തിരുത്തുകയും ചെയ്യുന്നു. എന്നാൽ ബൈബിൾ എല്ലാ നൂറ്റാണ്ടുകളിലും സ്ഥിരതയോടെയും ഇളകാതെയും നിലകൊള്ളുന്നു. എന്നിരുന്നാലും വിശ്വാസത്തിന്റെ എതിരാളികൾ ശാസ്ത്രത്തിന്റെ പേരിൽ തങ്ങളുടെ ആശയങ്ങൾ പൊതിയുന്നതിലൂടെ സാധാരണക്കാരെ ഭയപ്പെടുത്താൻ കഴിയുമെന്ന്, സിദ്ധാന്തവും വസ്തുതയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ പറയണമെന്ന് അറിയാത്ത 1500-ൽ പ്രൊട്ടസ്റ്റന്റ് നവീകരണം നടന്നപ്പോൾ അത്ഭുതകരമായ എന്തെങ്കിലും സംഭവിച്ചു. അറിവ്, തത്വചിന്തയിൽ നിന്നും ഊഹാപോഹങ്ങളിൽ നിന്നും വേർപെട്ട ഭൗതിക ശാസ്ത്രങ്ങൾ പൊട്ടിത്തെറിച്ചു. ഗണിതം, ജ്യോതിശാസ്ത്രം, ഭൗതികശാസ്ത്രം എന്നിവ അതിശയിപ്പിക്കുന്ന വേഗതയിൽ വികസിച്ചു. ശാസ്ത്രജ്ഞർ ദൂരദർശിനികളും മൈക്രോസ്കോപ്പുകളും കണ്ടുപിടിച്ചു. പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. സാങ്കേതികവിദ്യ പുരോഗമിച്ചു. അച്ചടിശാല, നാവിഗേഷൻ, എഞ്ചിനീയറിംഗ്. താമസിയാതെ ശാസ്ത്രം ആളുകളുടെ മനസ്സിൽ പുരോഗതിക്ക് തുല്യമായി. ഇക്കാരണത്താൽ ശാസ്ത്രം എന്ന വാക്ക് ശക്തമായ ഒരു ആയുധമായി മാറിയെന്ന് ബൈബിളിന്റെ ശത്രുക്കൾ കണ്ടെത്തി. ബൈബിളിനെ ആക്രമിക്കാൻ അവർ ശാസ്ത്രം ഉപയോഗിച്ചാൽ പലരും അത് ശ്രദ്ധിക്കുമായിരുന്നു. 1800-ലെ സഹായത്തോടെ അറിവിന്റെ പുതിയ ശാഖകൾ അതിവേഗം വളർന്നു. പുരാവസ്തുശാസ്ത്രം, ചരിത്രം, ജീവശാസ്ത്രം, ഭാഷാശാസ്ത്രം, ഭൂമിശാസ്ത്രം തുടങ്ങിയവ. ബൈബിളിനെ ഇഷ്ടപ്പെടാത്ത നിരവധി ചിന്തകർ തിരുവെഴുത്തുകളെ വിമർശിക്കാൻ ഈ മേഖലകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ചിലർ അത്ഭുതങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു.
മറ്റുള്ളവർ ഭൂമിയുടെ പ്രായത്തെ ചോദ്യം ചെയ്തു, ചിലർ സൃഷ്ടി വിവരണത്തെ പരിഹസിച്ചു. സംശയങ്ങൾ ഉന്നയിക്കാൻ പുരാവസ്തുശാസ്ത്രം ചിലപ്പോഴൊക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ടു, അതുപോലെ തന്നെ പാട്ട് വിമർശനവും. ഈ സാങ്കേതിക മേഖലകളിൽ പരിശീലനം നേടിയിട്ടില്ലാത്ത സാധാരണ ക്രിസ്ത്യാനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായി. ബൈബിളിനുമേൽ ശാസ്ത്രം നേടിയതായി കരുതപ്പെടുന്ന ഓരോ വിജയവും എതിരാളികളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി. താമസിയാതെ ബൈബിളിനെ ആക്രമിക്കുന്നത് അവർക്ക് ഒരു ഹോബി മാത്രമല്ല, മിക്കവാറും ഒരു ദൗത്യവുമായി മാറി. 1800കളുടെ മധ്യത്തിൽ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തോടെയാണ് വഴിത്തിരിവ് ഉണ്ടായത്. ആദ്യമായി ബൈബിളിന്റെ എല്ലാ ശത്രുക്കൾക്കും ഒരൊറ്റ കൊടി ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിക്കാൻ കഴിയുമായിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പരിണാമം ജീവശാസ്ത്രം, ചരിത്രം, പുരാവസ്തുശാസ്ത്രം, ദൈവശാസ്ത്രം എന്നിവയിൽ പോലും തിരുവെഴുത്തുകളുടെ അധികാരത്തിനെതിരായ ആയുധമായി ഉപയോഗിച്ചു. സിദ്ധാന്തം തന്നെ മാറുകയും പലതവണ വെല്ലുവിളിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അത് എതിരാളികൾക്ക് ദൈവവചനത്തെ ആക്രമിക്കാൻ ഒരു അടിത്തറ നൽകി. ഇന്നും ശാസ്ത്രത്തിന്റെ പേരിൽ നാം കേൾക്കുന്ന ആക്രമണങ്ങൾ കൂടുതലും 19ാം നൂറ്റാണ്ടിലെ ഈ സംഭവവികാസങ്ങളുടെ അനന്തരഫലങ്ങളാണ്. ആധുനിക ലോകത്ത് ന്യൂക്ലിയർ ഫിസിക്സ്, ജനിതകശാസ്ത്രം, ബഹിരാകാശ പര്യവേക്ഷണം, കൃത്രിമബുദ്ധി എന്നിവയിൽ ശാസ്ത്രം സ്ഫോടനാത്മകമായി വളർന്നു. സാധാരണക്കാരന് തെളിയിക്കപ്പെട്ട വസ്തുതയുമായും ഇപ്പോഴും വെറും സിദ്ധാന്തവുമായും പൊരുത്തപ്പെടാൻ പ്രയാസമാണ്. ബൈബിളിന്റെ എതിരാളികൾ ഈ വിടവ് മുതലെടുത്ത് അവരുടെ സിദ്ധാന്തങ്ങളെ അചഞ്ചലമായ സത്യങ്ങളെപ്പോലെ അവതരിപ്പിക്കുന്നു. ഈ രീതിയിൽ ശാസ്ത്രം അവരുടെ ആക്രമണങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു മുഖംമൂടിയായി മാറിയിരിക്കുന്നു. എന്നാൽ നമ്മൾ മറക്കരുതാത്ത സത്യമിതാ: ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം ശാസ്ത്രം തന്നെയല്ല. ചരിത്രത്തിലുടനീളം അറിയപ്പെടുന്ന നിരവധി ശാസ്ത്രജ്ഞർ ശക്തരായ ക്രിസ്ത്യാനികളായിരുന്നു. ഇന്നും ബൈബിളിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആദരണീയരായ ശാസ്ത്രജ്ഞരുണ്ട്. പലരും തിരുവെഴുത്തുകളെ ആക്രമിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ബൈബിൾ നൽകുന്ന ലോകവീക്ഷണത്തെയും ധാർമ്മികതയെയും അതിരുകളെയും അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. ദൈവകൽപ്പനകളില്ലാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്നു. ബൈബിളിന്റെ സാന്നിധ്യം ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉത്തരവാദിത്തവുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ ശബ്ദത്തെ നിശബ്ദമാക്കാൻ അവർ കണ്ടെത്താൻ കഴിയുന്ന ഏത് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു. ചരിത്രത്തിലെ ഈ നിമിഷത്തിൽ ശാസ്ത്രം അവരുടെ ഏറ്റവും ശക്തമായ ഉപകരണമായി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും വിശ്വസിക്കുന്നവർക്ക് സാഹചര്യം അദ്ഭുതവും ഉറപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശാസ്ത്രം സത്യം കണ്ടെത്തുമ്പോഴെല്ലാം അത് ബൈബിൾ എന്താണ് എന്ന് സ്ഥിരീകരിക്കുന്നു. എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുരാവസ്തുശാസ്ത്രം ബൈബിൾ രേഖപ്പെടുത്തുന്നതുപോലെ പേരുകളും സ്ഥലങ്ങളും സംഭവങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 19 പ്രഖ്യാപിക്കുന്ന ആകാശത്തിന്റെ വിശാലത ജ്യോതിശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജീവശാസ്ത്രം ജീവിതത്തിന്റെ അവിശ്വസനീയമായ രൂപകൽപ്പനയും സങ്കീർണതയും കാണിച്ചു തന്നിട്ടുണ്ട്. അത് തുടക്കത്തിൽ ദൈവം സൃഷ്ടിച്ചു എന്ന പ്രസ്താവനയുമായി തികച്ചും യോജിക്കുന്നു. അതിനാൽ ബൈബിളിനെ ആക്രമിക്കാൻ ആളുകൾ ശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. അവരുടെ വാദങ്ങൾ കാലാനുസൃതമായി ശക്തമായി തോന്നിയേക്കാം, പക്ഷേ ശാസ്ത്രം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവവചനം തലമുറയായി അതേപടി നിലനിൽക്കുന്നു, സ്ഥിരവും ഉറപ്പുള്ളതുമാണ്. ഇന്ന് ആളുകൾ ആയുധമായി ഉപയോഗിക്കുന്നത് നാളെ ബൈബിളിന് അനുകൂലമായ ഒരു സാക്ഷ്യമായി മാറിയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്, കാരണം ശരിയായ ശാസ്ത്രം ശരിയായി മനസ്സിലാക്കുമ്പോൾ എല്ലായ്പ്പോഴും സ്രഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാകുന്നതിന് ബെൽ ഐക്കണിലും ക്ലിക്കു ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ ഉയർന്ന വിവരദായക വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അപ്പോളജിസ്റ്റായ ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിപ്പാണ് ഈ വീഡിയോയുടെ രചയിതാവ്. 1970-ൽ അദ്ദേഹം സൃഷ്ടി ഗവേഷണ ഗ്രൂപ്പ് സ്ഥാപിച്ചു. മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ സനീഷ് ചെറിയാനാണ്.